അപ്പൊ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വർക്ക് സ്റ്റഡി എന്ന് പറഞ്ഞ ഒരു പോർഷൻ ബാക്കിയുണ്ട്. അതായത് ബാക്കി എല്ലാ ഭാഗവും വർക്ക് സ്റ്റഡി അല്ല, ഇത് ബാർ ചാർട്ട് ആണ്. ബാർ ചാർട്ട് ബാർ ചാർട്ട് എന്ന് പറഞ്ഞ ഒരു പോർഷൻ ബാക്കിയുണ്ട്. ഇത് മാറ്റി ബാർ ചാർട്ട് എന്നാക്കണല്ലോ. വെയിറ്റ് ചെയ്യും. നിങ്ങളൊരു സെക്കൻഡ് വെയിറ്റ് ചെയ്യും, ആരും പോകരുത്. വെയിറ്റ് ചെയ്യാം ഒരു സെക്കൻഡ്. ഇത് റെക്കോർഡ് ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടേ യൂട്യൂബിൽ ഇടണ്ടല്ലേ. ഞാൻ എന്തൊക്കെ തെറ്റിയിട്ടിട്ടാലേ അത് അതുപോലെ യൂട്യൂബിൽ വരും. നമുക്ക് അത്രയും വേണ്ട, ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഈ മൊഡ്യൂൾ തീർക്കാൻ വേണ്ടി പറ്റും. വളരെ ഫാസ്റ്റ് ആയിട്ട് തന്നാൽ മതി. ഇത് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഇത് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഇപ്പൊ ബാർ ചാർട്ട് ഞാൻ എഡിറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പൊ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ആരെങ്കിലും ഒരാൾ ചാറ്റ് ബോക്സിൽ ഇട്ടെ. ഇപ്പോ സ്ക്രീൻ വിസിബിൾ ആണോ എന്ന് ചാറ്റ് ബോക്സിൽ ഇടും. ആരെങ്കിലും ഒരാൾ ഇട്ടാൽ ഇല്ല, കാണുന്നില്ല. ഓക്കെ വെയിറ്റ് ഞാൻ ചെയ്തുതരാം. കാണുമ്പോ ഒന്ന് മെസ്സേജ് ചെയ്യണേ. കാണുന്നുണ്ട്. ഓക്കെ അപ്പൊ അങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന ബാർ ചാർട്ട് എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതായത് ഈ ഫസ്റ്റ് മൊഡ്യൂൾ ബാക്കിയുള്ള ഏക പാർട്ട് പറഞ്ഞാൽ ബാർ ചാർട്ട് മാത്രമാണ്. ബാക്കി ഓൾമോസ്റ്റ് എല്ലാ ഔട്ട്കംസും കവർ ചെയ്തിട്ടുണ്ട്. അപ്പോ അതിൽ ലേണിംഗ് സ്പെസിഫിക് ഔട്ട്കംസിൽ പറഞ്ഞത് ഡിസ്ക്രൈബ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പയറിംഗ് ബാർ ചാർട്ട് എന്നാണ്. ബാർ ചാർട്ട് പ്രിപ്പയർ ചെയ്യുന്ന മെത്തേഡ് ഡിസ്ക്രൈബ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഓൾറെഡി ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഞാൻ തുടക്കത്തിൽ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഗാണ്ട് ചാർട്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗാണ്ട് ചാർട്ടാണ് 1919 1919 ഡെവലപ്പ് ചെയ്ത സംഭവമാണ്. ഇതിൽ y ആക്സിസിൽ ആക്ടിവിറ്റീസും x ആക്സിസിൽ ടൈമും റെപ്രസെന്റ് ചെയ്യുന്ന സംഭവമാണ് ഈ ബാർ ചാർട്ട്. ഇപ്പോൾ നമ്മുടെ നമ്മളൊരു പ്രൊജക്ട് ചെയ്യാണ്. ഇപ്പൊ ക്ലാസ്സിൽ ഒരു പ്രൊജക്ട് ചെയ്യാനൊക്കെ തന്നെ, അതായത് നമ്മുടെ 5th സെമസ്റ്ററിലെങ്ങാണ്ട് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. സോറി 5th അല്ല, 5th തന്നെ. ആ സമയത്തൊക്കെ നമ്മൾ ഒരു ബാർ ചാർട്ട് വെച്ചിട്ട് നമ്മളെ പ്രൊജക്ടിന്റെ പ്രോഗ്രസ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഫസ്റ്റത്തെ ഫേസ് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ആക്ടിവിറ്റീസ്. ഇൻ y ആക്സിസ് ആക്ടിവിറ്റീസ്, x ആക്സിസ് ടൈം. x ആക്സിൽ എന്താണ്? ടൈം ആണ്. ടൈം അഗെയിൻസ്റ്റ് ആക്ടിവിറ്റീസ് ആണ്. അപ്പോ ടൈം എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു വീക്ക് 1, വീക്ക് 2, വീക്ക് 3 അങ്ങനെ ടൈം നമ്മൾ x ആക്സിൽ അടയാളപ്പെടുത്തും. ഈ y ആക്സിസിൽ നമ്മൾ ഒന്നാമത്തെ പാർട്ട് ഏതാ? സൈറ്റ് സർവേയിങ്. അത് രണ്ടാമത്തെ പ്ലാൻ പ്രിപ്പറേഷൻ. മൂന്നാമത്തത് ഡിസൈനിങ് സ്റ്റേജ്. നാലാമത്തത് എസ്റ്റിമേഷൻ. ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്യാൻ നോക്കണം. എസ്റ്റിമേഷൻ. ഇങ്ങനെയാണ് ഒരു ബാർ ചാർട്ട് വരുന്നത്. എസ്റ്റിമേഷൻ. അപ്പൊ നിങ്ങൾ ഈ ബാർ ചാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുവരെ? ഫസ്റ്റത്തെ വർക്ക് പറഞ്ഞാൽ സൈറ്റ് സർവേ ചെയ്യാന്നില്ല. ടോട്ടൽ സ്റ്റേഷൻ വെച്ച് സൈറ്റ് സർവേ. അപ്പോ അത് 2 ആഴ്ച എടുക്കുന്നതായിരിക്കും. ഇത് ആഴ്ചയാണ് x ആക്സിൽ ഉള്ളത്. ഇങ്ങനെ ഒരു ബാർ വെച്ചിട്ട് നമ്മൾ 2 ആഴ്ച ഇതാണ് ബാർ വരയ്ക്കുക.
രണ്ടാഴ്ച എന്താണ് സൈറ്റ് സർവേയിങ്. അത് കഴിഞ്ഞിട്ട് പ്ലാൻ പ്രിപ്പറേഷൻ ആണ്. സൈറ്റ് കഴിഞ്ഞാൽ മാത്രമേ പ്ലാൻ പ്രിപ്പയർ ചെയ്യാൻ പറ്റൂ. അപ്പൊ നമ്മുടെ ബാർ ഇവിടുന്ന് തുടങ്ങണം. രണ്ടാഴ്ചക്ക് ശേഷം മാത്രം അത് ഒരു രണ്ടാഴ്ച നിലനിൽക്കേണ്ടി വരില്ല. ഫോർത്ത് വീക്ക് വരെ ഇതാണ് പ്ലാൻ പ്രിപ്പറേഷൻ. ഇനി ഈ പ്ലാൻ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഡിസൈൻ സ്റ്റാർട്ട് ചെയ്യാം. ഡിസൈൻ 2 ദിവസം ഒരു ഡിസൈൻ നമുക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാം. ഒരാഴ്ച കൊണ്ട് ഡിസൈൻ കംപ്ലീറ്റ് ചെയ്യും. 1 വീക്ക് കൊണ്ട്. ഈ ഡിസൈൻ ചെയ്യുന്ന കൂടെ തന്നെ എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടി പറ്റൂലേ? പ്ലാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഡിസൈനും എസ്റ്റിമേഷനും ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ വച്ചിട്ട് തന്നെ എന്ത് ചെയ്യാം? എസ്റ്റിമേഷൻ കുറച്ചും കൂടെ ദിവസം കൂടുതൽ എടുക്കും. 2 വീക്ക് എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇത് 6 വരിക. ഇത്തരത്തിലാണ് ബാർ ചാർട്ട് വരക്കുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ബാർ ചാർട്ട്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് നിങ്ങളോട് നമ്മുടെ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിനെ പറ്റി ബാർ ചാർട്ട് വരക്കാൻ വേണ്ടി പറഞ്ഞാൽ എക്സ് ആക്സിസിൽ ടൈമും വൈ ആക്സിസിൽ ഏത് ആക്ടിവിറ്റി ആണെന്നുള്ള പേര് എഴുതിക്കൊണ്ട് ഒരു ബാർ ചാർട്ട് വരക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഈച്ച് ബാർ റെപ്രസെന്റ്സ് വൺ സ്പെസിഫിക് ഗ്രാവിറ്റി അല്ല, സ്പെസിഫിക് ആക്ടിവിറ്റി ആണ്. സ്പെസിഫിക് ആക്ടിവിറ്റി. ഈച്ച് represents specific activity. The beginning and end of each bar represent the time of start and time of finish of that activity. അതിന്റെ തുടക്കം അതിന്റെ അവസാനം എന്ന് പറയുന്നത് ആ ആക്ടിവിറ്റി എപ്പോൾ തുടങ്ങുന്നു ഏറ്റവും അവസാനിക്കും. അതുപോലെ ലെങ്ത് ഓഫ് ദ ബാർ ഷോസ് ദ ടൈം റിക്വയർഡ് ടു കംപ്ലീറ്റ് ദ ആക്ടിവിറ്റി. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഇവിടെ 2 മണിക്കൂറിന്റെ ലെങ്ത് ഓഫ് ദ ബാർ വളരെ വലുതല്ലേ? 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്നത് ചെറിയ ബാർ ആയി. ഇതിനെ ബാർ എന്നാ പറയും. ഇങ്ങനെ ഓരോ ബാർ വെച്ച് റെപ്രസെന്റ് ചെയ്യാൻ നമ്മൾ എന്ത് പറയും? ബാർ ചാർട്ട് എന്ന്. Is it clear? Clear ആണോ? Chat box ഇടൂ. Is it clear? Clear? Bar chart. Clear? Okay. Then, what are the steps in preparing bar chart? നിങ്ങളുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ളത് describe the method of preparing bar chart. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ you have to write the steps. What is the first step? Divide the project into different activities as far as possible. ഇവിടെ പ്രൊജക്റ്റിനെ പല കഷ്ണങ്ങളായി ഡിസ്ക്രീറ്റൈസ് ചെയ്യുക. ജസ്റ്റ് കട്ട് ഇൻ ടു പീസസ്. ഇപ്പൊ നമുക്കൊരു എന്താ പറയേണ്ടത്, കക്കിരി കഴിക്കാൻ വേണ്ടി തന്നു. നമുക്ക് കക്കിരിനെ നേരിട്ട് വായിലേക്ക് ഇടുക, കഷ്ണമാണ്. കട്ട് ഇൻ ടു പീസസ് ആൻഡ് വിൽ ഹാവ് ഇറ്റ്. അതുപോലെ തന്നെയാണ് ഒരു പ്രൊജക്റ്റ് ആയാലും ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഡിവൈഡ് ഇൻ ടു സ്മോൾ. List out the activities. What are all the activities? Just list out it. ഇതൊക്കെയാണ് വരുന്നത്. ലിസ്റ്റ് ഔട്ട് ചെയ്യുക. Determine the interrelationship between the activities. ഏതെങ്കിലും ആക്ടിവിറ്റീസ് തമ്മിൽ ബന്ധമുണ്ടോ? ഏതെങ്കിലും രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? നമ്മുടെ ലക്ഷ്യം എന്താണ്? വർക്ക് വേഗം തീർക്കുക എന്നുള്ളതാണ്. ഒരു പ്രൊജക്ട് എഞ്ചിനീയറെ സംബന്ധിച്ച്, ഒരു പ്ലാനിംഗ് എഞ്ചിനീയറെ സംബന്ധിച്ച് ലക്ഷ്യം എന്താ? At minimum cost, complete the project within short duration. അതാണ് നമ്മുടെ ലക്ഷ്യം. Arrange the activities in a systematic way. Determine the quantity work and time required to complete it. ഏകദേശം എത്ര ടൈം വേണമെന്ന് കണ്ടുപിടിക്കുക. Draw a chart on a screen. ഇത്രയും 6 സ്റ്റെപ്സ് ആണ് ഉള്ളത്. ഈ 6 സ്റ്റെപ്സ് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങൾ നമ്മുടെ പ്രൊജക്റ്റിനെ പറ്റിയിട്ട്. ഒരു എക്സാമ്പിളും കൂടെ ഞാൻ പറയുകയാണ്. For the construction of a residential building, the given activities are performed as shown in given table. അതായത് ഈ ടേബിളിൽ ABCDEFG എന്ന് പറഞ്ഞാൽ 7 ആക്ടിവിറ്റീസ് ആണ്. ആ 7 ആക്ടിവിറ്റീസിന് വേണ്ട ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 7 ആക്ടിവിറ്റീസിന് വേണ്ട ടൈം ഇവിടെ കൊടുത്തിട്ടുണ്ട്. A എന്ന ആക്ടിവിറ്റിക്ക് 3 വീക്ക്, B എന്ന ആക്ടിവിറ്റിക്ക് 4 വീക്സ്. A എന്ന് ഉള്ളത് ഫൗണ്ടേഷൻ കുഴിക്കുന്നതാവാം, B എന്ന് പറഞ്ഞ ഫൗണ്ടേഷൻ നിറക്കുന്നതാവാം, C എന്ന് പറയുന്നത് പില്ലർ ഇറക്ട് ചെയ്യുന്നതാവാം, അല്ലെങ്കിൽ ഫോം വർക്ക് ഇറക്ട് ചെയ്യുന്നതാവാം. അതെന്തും ആവട്ടെ, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. നിങ്ങളെ ഹോംവർക്ക് ആണ് നിങ്ങൾക്ക് ഒരു വർക്ക് തരുന്നത്. ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറയാണ്. ചില കണ്ടീഷൻസ് അവര് കണ്ടെത്തിയ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് A, the activities B and C can be performed simultaneously. A എന്ന ആക്ടിവിറ്റി കഴിഞ്ഞാൽ ബിയും സിയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യും. അതായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങൾ സൈറ്റിലൊക്കെ പോയാൽ ചില സമയത്ത് ഫൗണ്ടേഷൻ ഡിഗ് ചെയ്യുന്ന സമയത്ത് തന്നെ റെയിൻഫോഴ്സ്മെന്റ് അവിടെ ബെൻഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാവും.
എന്താണ് ഈ ഫൗണ്ടേഷൻ ഡിഗ്ഗിങ് റെയിൻഫോഴ്സ് തമ്മിൽ വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് ചെയ്യാം അല്ലേ? നമുക്ക് രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ നമുക്ക് ക്ലാസ്സിൽ അതുപോലെ പ്രൊജക്ട് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ എസ്റ്റിമേഷനും ഡിസൈനൊക്കെ ഒരുമിച്ച് ചെയ്യാം. ഗ്രൂപ്പിലെ രണ്ടാൾക്ക് എസ്റ്റിമേഷൻ ചെയ്യാം, രണ്ടാൾക്ക് ഡിസൈൻ ചെയ്യാം. ദാറ്റ് ആക്ടിവിറ്റീസ് ക്യാൻ ബി പെർഫോംഡ് സൈമിൾട്ടേനിയസ്ലി. ദാറ്റ് ഈസ് ദ മീനിങ് ഓഫ് ദാറ്റ്. സോ activity D can start only after the completion of activity B. ഇങ്ങനെ ഒരു conditions. Activity E can start after completion of activity B and C. Activity F can start after the completion of activity D and E. The last activity G can start only after the completion of activity C. ഇത്രയും conditions നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെ ഒരു ബാർ ചാർട്ട് വരയ്ക്കാം? ഇതാണ് ഒരു ബാർ ചാർട്ട്. ഇത് വരച്ചൊരു ബാർ, ഇത്തരത്തിലാണ് ഒരു ബാർ ചാർട്ട് വരക്കേണ്ടത്. ഇത് ചെറിയ ഡിസ്ലൊക്കേഷൻ ഒക്കെ ഉണ്ട് ഈ ആക്ടിവിറ്റീസിന്റെ. ഇത് ഈ എ ഇതിന്റെ സെൻട്രലായിട്ട് വരണം, ഈ കുറച്ച് മുകളിലോട്ട് വരണം, കുറച്ച് മുകളിലോട്ട് വരണം, കുറച്ച് മുകളിലോട്ട് വരണം. ഇത് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് അതുപോലെ സ്നിപ്പ് ചെയ്ത് ഇട്ടാണ്, അതുകൊണ്ടാണ് അതിന്റെ ഒരു ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അത് നമുക്ക് ഒന്നാമത്തെ കണ്ടീഷൻ എടുക്കാം. ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് എ ദ ആക്ടിവിറ്റി ബി ആൻഡ് സി ക്യാൻ ബി പെർഫോംഡ് സൈമിൾട്ടേനിയസ്ലി. അപ്പൊ എയുടെ ടൈം എത്രയാണ്? 3 വീക്കാണ്. ആദ്യം എ എന്നുള്ളത് 3 വീക്ക് വരെ. ഇതെല്ലാവർക്കും അറിയാലോ. എക്സാസിൽ ടൈം ഇൻ വീക്ക്, 1 വീക്ക്, 2 വീക്ക്, 3 വീക്ക്, അങ്ങനെ നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതൊന്നും വരെ. ഇനി ആക്ടിവിറ്റീസ് എത്ര ആക്ടിവിറ്റീസ് ഒക്കെയാണ് ഉള്ളത് അത് പറ്റുമെങ്കിൽ സീക്വൻസ് തന്നെ ABCDEFGH എന്നുള്ള സീക്വൻസ്. ഇനി അല്ല പറ്റില്ലെങ്കിൽ ആക്ടിവിറ്റീസിനെ Y ആക്സിൽ. എ എന്ന ആക്ടിവിറ്റി 3 മണിക്കൂറാണ്. എത്ര മണിക്കൂറാണ്? 3 മണിക്കൂർ. ശ്രദ്ധിച്ചു നോക്കൂ, എ എന്ന ആക്ടിവിറ്റി 3 മണിക്കൂർ അല്ലേ? ഇവിടുന്ന് ഒരു സ്ട്രൈറ്റ് ലൈൻ ദാ മുകളിലോട്ട് വരച്ചതാ. എ എന്ന ആക്ടിവിറ്റി ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് 3 മണിക്കൂർ. അടുത്ത കണ്ടീഷൻ എന്ന് പറയുന്നത് ആക്ടിവിറ്റി ബി ആൻഡ് സി can be started simultaneously after the completion of A. എത്രയാണ് ബിയും സിയുടെയും ഡ്യൂറേഷൻ? ബി 4 വീക്ക് എടുക്കുന്നു, സി 6 വീക്ക് എടുക്കുന്നു. ബി 4 വീക്ക് ഇതാ, 3ന്റെ ഒപ്പം 4 കൂട്ടുക, 7 വരെ ബാർ ചാർട്ട്. സി എന്ന് പറഞ്ഞാൽ 3ന്റെ കൂടെ 6 വരക്കുക, 9 വരെ. ഇത് 9 വരെ വരണം. ഇത്തരത്തിൽ 9 വരെ വരും. അപ്പോ ഇത് രണ്ടും കഴിഞ്ഞു. ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈഡ്. Then activity D can start only after the completion of activity. ആക്ടിവിറ്റി ഡി, ഇതാണ് ഡി. സോറി, ഈ ഡി ഇങ്ങോട്ടേക്കാ വരേണ്ടത്. ഇത് ഞാൻ പറഞ്ഞു ചെറിയ ഡിസ്ലൊക്കേഷൻ ഉണ്ടായിട്ടുണ്ട്. ഡി എന്ന ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താൽ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ്. ഇത് ബി കംപ്ലീറ്റ് ചെയ്തില്ല, ലൈൻ താഴോട്ട് വരക്കുക, ലൈൻ താഴോട്ട് വരച്ചതാണ്. ഡി കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഏത് ആരംഭിക്കാം? സോറി, ബി കംപ്ലീറ്റ് ചെയ്ത ഉടനെ ഏത് ആരംഭിക്കാം? ഡി ആരംഭിക്കാം. ഡി എത്ര മണിക്കൂറാണ് എടുക്കുന്നത്? 5 മണിക്കൂറാണ് എടുക്കുന്നത് അല്ലെ? ഇതല്ലേ ഡിക്ക് 5 മണിക്കൂറാണ്. അപ്പൊ 7 മണിക്കൂറിന്റെ കൂടെ ഒരു 5 മണിക്കൂർ നീളമുള്ള ഒരു ബാർ ചാർട്ട് ബാർ വരയ്ക്കും. ഇത് 12ൽ അവസാനിക്കും. 7 5 12. അപ്പൊ മൂന്നാമത്തെ കണ്ടീഷൻ നോക്കാം. മൂന്നാമത്തെ കണ്ടീഷൻ, 2 കണ്ടീഷൻ കഴിഞ്ഞു. മൂന്നാമത്തെ കണ്ടീഷൻ, 2 കണ്ടീഷൻ. ഇനി ആക്ടിവിറ്റി ഇ ക്യാൻ സ്റ്റാർട്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റി ബി ആൻഡ് സി. ആക്ടിവിറ്റി ക്യാൻ സ്റ്റാർട്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ബി ആൻഡ് സി. ബിയും സിയും കഴിഞ്ഞ പാടെ, ഇ എന്ന് പറഞ്ഞാൽ 3 മണിക്കൂറിന്റെ ഒരു ആക്ടിവിറ്റി, അത് ബിയും സിയും കഴിഞ്ഞ ശേഷം സ്റ്റാർട്ട് ചെയ്യും. ബിയും സിയും കഴിഞ്ഞു, ഇ എന്ന ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. ഇ എന്ന ആക്ടിവിറ്റി ഇതാണ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ബിയും കഴിയണം, സിയും കഴിയണം. സ്റ്റാർട്ട് ചെയ്തു. അത് 3 മണിക്കൂർ മാത്രം നീളുന്ന ഒരു ആക്ടിവിറ്റി. 9ൽ തുടങ്ങുന്നു, 12ൽ അവസാനിക്കും. ക്ലിയർ? ഇനി ആക്ടിവിറ്റി എഫ് ക്യാൻ സ്റ്റാർട്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ഡി ആൻഡ് സി. ആക്ടിവിറ്റി എഫ് എന്ന് പറഞ്ഞത് എഫ് ആണ്, ആക്ടിവിറ്റി ആണിത്. ആക്ടിവിറ്റി എഫ് ക്യാൻ സ്റ്റാർട്ട് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ആക്ടിവിറ്റി. പിന്നെ ഡ്യൂറേഷൻ എത്രയാണ്? 4 മണിക്കൂർ. ഇയും കഴിഞ്ഞ ശേഷം ചെയ്യാൻ പറ്റും. ഇയും കഴിഞ്ഞു, തന്നെ ഏത് ചെയ്യുന്നതാ കഴിഞ്ഞു. എഫ് എന്നാണ്, ഇതാണ് എഫ് എന്നാണ് ആക്ടിവിറ്റി. ഇത് എത്ര മണിക്കൂറാണ് ഉള്ളത്? 4 മണിക്കൂറല്ലേ? എഫ് എന്ന് പറഞ്ഞാൽ 4 മണിക്കൂർ. 4 മണിക്കൂർ ഒരു ബാർ. നീളമൊക്കെ ശ്രദ്ധിക്കണം, ഇതിൽ ചിലപ്പോ തെറ്റായിട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ നിങ്ങൾ വരയ്ക്കുമ്പോൾ കറക്റ്റ് വരും. ഇനി അടുത്ത ആക്ടിവിറ്റിയാണ്. കാരണം അടുത്ത ആക്ടിവിറ്റി, the last activity D can start only after the completion of C only. Last activity D can start only after the completion of C only. അപ്പൊ G എന്ന് പറഞ്ഞ ആക്ടിവിറ്റി 6 മണിക്കൂറിന്റെ ഒരു ആക്ടിവിറ്റി. അത് സി കഴിഞ്ഞാൽ തുടങ്ങാമെന്നാണ്. സി എവിടെയുള്ളത്? സി കഴിഞ്ഞു, ഇവിടെ സി കറക്റ്റ് ഒരു ലൈൻ വരയ്ക്കുക, വരച്ചു തുടങ്ങുക. സി കഴിഞ്ഞു, കഴിഞ്ഞ ഉടൻ തന്നെ ഇവിടെ എച്ച് ഇല്ല, ആവശ്യമില്ല, ചെറിയ ഡിസ്ലൊക്കേഷൻ ഉണ്ട്.
സ്ട്രൈറ്റ് ആയിട്ട് ജി ആ വേണ്ടത്, സ്ട്രൈറ്റ് ആയിട്ട് ജി ആ വേണ്ടത്. ഇങ്ങനെയൊന്നും വരക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലാവാൻ വേണ്ടി. ജി കഴിഞ്ഞു, സ്റ്റാർട്ട് ചെയ്തു. ജി എത്രയാണ്? 9 6 മണിക്കൂറല്ലേ ജി? 9 പ്ലസ് ഈ 9ന് നേരെ വേണം 3 ഇങ്ങോട്ട് ഡിസ്റ്റോക്ക്, അതൊന്നും പാടില്ല. 9 പ്ലസ് 6 15 മണിക്കൂർ ജിയും കംപ്ലീറ്റ്. ഇങ്ങനെയാണ് നമ്മുടെ വർക്ക് ഉള്ളത്. ഒരു ചോദ്യം, ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മണിക്കൂർ എടുക്കും? എത്ര മണിക്കൂറാണ് ഇതിൽ നിന്ന് എടുത്തു നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും? ഈ വർക്ക് എൻറ്റയർ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര മണിക്കൂർ? ചാറ്റ് ബോക്സിൽ നിങ്ങൾ ആൻസർ എഴുതും ഒരാൾക്കാർ. ജസ്റ്റ് ടൈപ്പ് യുവർ ആൻസർ ഇൻ ചാറ്റ് ബോക്സ്. എത്ര മണിക്കൂറാണ് ഈ വർക്ക്, എത്ര വീക്കാണ് ഈ വർക്ക് കംപ്ലീറ്റ്? ജസ്റ്റ് ടൈപ്പ് ഇറ്റ് ഇൻ ചാറ്റ്. അല്ലെങ്കിൽ ഞാൻ പേര് വിളിക്കും, അല്ലെങ്കിൽ ഒരാളെ തെറ്റിയാലും പ്രശ്നമൊന്നുമില്ല. ആരൊക്കെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് എന്ന് അറിയില്ല. നിങ്ങൾ ടൈപ്പ് 16 അനകായം 16. Yes, good. So the total duration of the work is 16 ആഴ്ച കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതാണ് ലാസ്റ്റ് ബാർ കിട്ടുന്നത്. Is it clear to you? ഇതാണ് ബാർ ചാർട്ട്. നിങ്ങളുടെ പ്രൊജക്ട് വർക്കിന് ഇതേപോലെ ചെയ്യണം. ക്ലാസ്സിലത്തെ പ്രൊജക്ട് ആണെങ്കിൽ കൂടി ഞാൻ ഒരു ബാർ ചാർട്ട് വരക്കണം അന്നേരം പറയും. അപ്പൊ നിങ്ങൾക്ക് ബാർ ചാർട്ട് ഫസ്റ്റ് സ്റ്റെപ്പ് പറഞ്ഞാൽ ബാർ ചാർട്ട് സബ്മിറ്റ് ചെയ്യലാണ്. നിങ്ങളെ പ്രൊജക്ട് വർക്കിനാണ്, നിങ്ങളെ പ്രൊജക്ട് വർക്ക് ഒരു സെമസ്റ്റർ ആണെങ്കിൽ ആ സെമസ്റ്ററിനെ ഡിവൈഡ് ചെയ്തിട്ട് ഒരു ബാർ ചാർട്ട് ആയിട്ട് റെപ്രസെന്റ്. അതൊരു പ്രൊജക്ട് മാനേജ്മെന്റ് ആണ്. ലിമിറ്റേഷൻസ് ഓഫ് ബാർ ചാർട്ട്, ഇതിന്റെ ലിമിറ്റേഷൻസ്, ഇതും ചില പരീക്ഷകൾ നിങ്ങളുടെ പരീക്ഷകൾക്ക് ചോദിച്ചു കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് മാഷ് ഇത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ നെറ്റ്വർക്ക് അനാലിസിസിനെ കാട്ടൊക്കെ പഴയ രീതിയിൽ CPM പോലെ മെത്തേഡിന് കുറച്ച് പ്രാകൃതമായ രൂപമാണ് ശരിക്കും ബാർ ചാർട്ട് എന്ന് പറയുന്നത്. ചെറിയ പ്രൊജക്ടിന് മാത്രം ഇതൊക്കെ can be used only for small project. അധികമൊന്നുമില്ല, ജസ്റ്റ് ടൈമും ആക്ടിവിറ്റിയും കാണിക്കുന്ന ചാർട്ട്. അതിൽ നമുക്ക് സ്ലാക്കോ ഫ്ലോട്ടോ അങ്ങനത്തെ ഒന്നുമില്ല. ചെറിയ പ്രൊജക്ട്, ഒരു 10,000 ഒരു വലിയ എന്താ പറയണ്ടത്, വലിയൊരു വില്ല പ്രൊജക്ട് ഒക്കെ ആണെങ്കിൽ 10-100-200 ആക്ടിവിറ്റി ബാർ ചാർട്ടായിട്ട് റെപ്രസെന്റ് ചെയ്ത് നമുക്കൊന്നും മനസ്സിലാവും. 16 അവറൊന്നും നോക്കിയിട്ട് പറയാൻ വേണ്ടി പറ്റാത്തൊരവസ്ഥ. So it's difficult to show complicated interdependence between various activities. ചിലപ്പോൾ ഇന്റർഡിപെൻഡൻസി ഉണ്ടാവും. ഞാൻ പറഞ്ഞില്ലേ ബിയും സിയും ഒരുമിച്ച് സ്റ്റാർട്ട് ചെയ്യാം, ബി കഴിഞ്ഞിട്ട് സി. ആ ഇന്റർഡിപെൻഡൻസി കാണിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഡിഫിക്കൽട്ട് ടു ഷോ. ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ദ ആക്ച്വൽ പ്രോഗ്രസ് ഓഫ് വർക്ക്. യഥാർത്ഥ പ്രോഗ്രസ് കാണിക്കാൻ വേണ്ടി പറ്റുന്നില്ല എന്നല്ല ഈ വരിൽ. ഇതിൽ ഫ്ലോട്ടോ സ്ലാക്കോ ഒന്നും ഇല്ല. എത്ര ഫ്ലോട്ട് ഉണ്ട് അത്തരത്തിലൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒരു ടൈമിന്റെ ഒരു ഗ്രാഫ് കാണിക്കാനല്ലാതെ അതിന് അപ്പുറം ഒന്നും പറ്റുന്നില്ല. It is not possible to know the maximum or peak progress necessary for the completion. It gives impression that the rate of progress of any activity. ഈ ബാർ ചാർട്ട് നോക്കിയാൽ എല്ലാ ആക്ടിവിറ്റിയും കറക്റ്റ് ടൈമിൽ നടക്കുന്നുണ്ട് എന്ന് മാത്രമേ ഈ ബാർ ചാർട്ടിൽ വെച്ച്. ഇത് വേറെ അനാലിസിസ് ഒന്നുമില്ല, കഴിഞ്ഞു. ബാർ ചാർട്ട് വരക്കാന്നുള്ള നെറ്റ്വർക്ക് ഡയഗ്രാം ആണെങ്കിൽ അതിന്റെ അനാലിസിസ് ഉണ്ട്, പിന്നെ അതിന്റെ ടൈമിൽ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ്, പലതും ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ക്രാഷ് ടൈം കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും. അങ്ങനെ പ്രൊജക്ട് ക്രാഷിംഗ് ഉണ്ട്. ഇത് അതൊന്നുമില്ല. ബാർ ചാർട്ട് മെത്തേഡിൽ വേറൊന്നുമില്ല, ജസ്റ്റ് ഒരു ചാർട്ട് വരക്കാം. അപ്പോൾ പീക്ക് പ്രോഗ്രസ് മാക്സിമം പ്രോഗ്രസ് ഒന്നും കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റില്ല. എല്ലാ വർക്കും സ്മൂത്തായി നടക്കുന്നു എന്ന ധാരണയാണ് അതിൽ കണ്ടെത്താൻ. നിങ്ങൾ ചിന്തിക്കേണ്ട ഈ 5-6 വർക്കല്ല കേട്ടോ, 100 ആക്ടിവിറ്റീസും 200 ആക്ടിവിറ്റീസും ഒക്കെ വരുന്ന വലിയൊരു ബാർ ചാർട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഡിലേസ് ഇൻ ദ വർക്ക് ആർ നോട്ട് ഡിറ്റക്ടഡ് ടിൽ ദ അലോട്ടഡ് ടൈം ഈസ് ഓവർ ആൻഡ് വർക്ക് റിമെയിൻ. വർക്കിന്റെ ഡിലേ അതൊന്നും കാണിക്കാൻ വേണ്ടി ഇതിൽ പറ്റൂല എന്നാണ് നമ്മുടെ ബാർ ചാർട്ട്. വർക്ക് ഡിലേ നമുക്ക് മറ്റതിൽ വേണമെങ്കിൽ അത്തരത്തിൽ കാണിക്കാൻ വേണ്ടി പറ്റും. ഈ ബാർ ചാർട്ട് വർക്ക് ഡിലേ ഒന്നും കാണിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ ക്രിട്ടിക്കൽ ആക്ടിവിറ്റീസ് ഏതാണെന്നും ഇതിൽ കാണിക്കാൻ പറ്റും. അതിൽ ഡബിൾ ലൈൻ ഒക്കെ വരച്ചിട്ട് കാണിക്കാൻ വേണ്ടി ഇതിലൊന്നും കാണിക്കാൻ പറ്റും. അതുപോലെ ഇറ്റ് ഗീവ്സ് സം ഐഡിയ ഓഫ് ഫിസിക്കൽ പ്രോഗ്രസ് ഓഫ് ദ വർക്ക് ഓൺലി ആൻഡ് ദ ഫിനാൻഷ്യൽ ആസ്പെക്ട് ഇൻവോൾവ് ആണ്. ഇതിൽ കോസ്റ്റ് അനാലിസിസ് ഇല്ലല്ലോ, പ്രൊജക്ട് ക്രാഷിംഗ് ഓഫ് കോസ്റ്റ് അങ്ങനത്തെ ഒന്നും ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും ബാർ ചാർട്ടിൽ പരാമർശിക്കുന്നില്ല. അപ്പോൾ കോസ്റ്റ് അനാലിസിസ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല. അത് ക്രിട്ടിക്കൽ പാത്ത് മെത്തേഡിലൊക്കെ ഉള്ളൂ. കോസ്റ്റ് അനാലിസിസ് അതില്ല, നെറ്റ്വർക്ക് അനാലിസിസ് മാത്രമേ അതുള്ളൂ. In case of variation from the planned program, it is difficult to find out the alternative course of action to be adopted to complete the work. അതായത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു വേരിയേഷൻ വന്നാൽ ഒരു ആൾട്ടർനേറ്റീവ് ആക്ഷൻ ഈ ബാർ ചാർട്ട് നോക്കിയിട്ട് നമുക്ക് പറയാൻ വേണ്ടി. ബാർ ചാർട്ട് is very difficult to read. Then bar chart is only a static representation of the planned program. ഒരു സ്റ്റാറ്റിക് റെപ്രസെന്റേഷൻ മാത്രമാണ്. അതായത് ഒരു നിശ്ചലമായ റെപ്രസെന്റേഷൻ ഒന്ന് കിട്ടിയാൽ വരക്കാം. ഇറ്റ് ഡസ് നോട്ട് ഇൻഡിക്കേറ്റ് ഡൈനാമിക്. ചെറിയ വേരിയേഷൻ വന്നു അത് രേഖപ്പെടുത്താനുള്ള ഒരു സംഭവമോ, ഒരു സ്ലാക്ക് ഉണ്ടെങ്കിൽ അത് ഈ സ്ലാക്ക് ഇതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്നു, അത്തരത്തിലുള്ള ഒരു ഫ്ലോട്ട് ഉണ്ടെങ്കിൽ ആ ഫ്ലോട്ട് അഡ്ജസ്റ്റ് ചെയ്യാനോ അത്തരത്തിലൊന്നും പറ്റും. അതാണ് ബാർ ചാർട്ടിന്റെ ലിമിറ്റേഷൻ ആയിട്ട് പറയുന്നത്. ഇനി ഇതാ
നിങ്ങളുടെ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടോ? അതാ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഡ്രോ എ ടിപ്പിക്കൽ ബാർ ചാർട്ട് ഷോയിങ് സം ഐറ്റംസ് യൂസ് ദ കൺസ്ട്രക്ഷൻ ഓഫ് എ റെസിഡൻഷ്യൽ ബിൽഡിംഗ്. നിങ്ങളുടെ ഹോംവർക്ക് ആണ്, നോട്ട് ചെയ്തോളൂ. ഡ്രോ എ ടിപ്പിക്കൽ ബാർ ചാർട്ട് ഷോയിങ് സം ഐറ്റംസ് യൂസ് ഇൻ ദ കൺസ്ട്രക്ഷൻ. ഒരു റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഒരു ബാർ ചാർട്ട് വരയ്ക്കും. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈം എടുത്തോളൂ. ഏതിലും ഇപ്പോ തറ കെട്ടാൻ ഒരു 3 ആഴ്ച 2, അത് നിങ്ങൾ ഇഷ്ടമുള്ള ടൈം വെച്ചിട്ട് ഒരു ബാർ ചാർട്ട് വരയ്ക്കും. 7 മാർക്കാണ് ഇന്നത്തെ. പിന്നെ ഒരു പ്രായം ചോദിച്ചത് വാട്ട് ആർ ദ ലിമിറ്റേഷൻസ് ഓഫ് ബാർ ചാർട്ട്, ഇത് 6 മാർക്ക്. അപ്പോ ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ഇത് ഇൻക്ലൂഡ് ചെയ്തത്. ഇനി ഒരു വർക്കും കൂടി നിങ്ങൾക്ക് ഫോർ കൺസ്ട്രക്ടിങ് ആൻ RCC. ഇതൊരു ഹോംവർക്ക്, 2 ഹോംവർക്ക് ഞാൻ പറഞ്ഞു. ഒന്ന് റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ, രണ്ടാമത്തെ ഹോംവർക്ക് ഫോർ കൺസ്ട്രക്ടിങ് ആൻ RCC retaining wall, time taken in completing the different activities estimated as. Prepare its bar chart and find out the most economical duration of. ഇത് നിങ്ങൾ അറേഞ്ച് ചെയ്യണം. ഇവരൊന്നും പറഞ്ഞിട്ടില്ല. A ആക്ടിവിറ്റിക്ക് ശേഷം B ആക്ടിവിറ്റി ചെയ്യാം, B ആക്ടിവിറ്റി രണ്ടാമത്തെ ആക്ടിവിറ്റിക്ക് ശേഷം മൂന്നാമത്തെ ചെയ്യാം, അങ്ങനത്തെ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത്രയും ആക്ടിവിറ്റീസ് ഉണ്ട്. ഇതിനെ റെഗുലർ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ട് ഇതിൽ ഏത് ആക്ടിവിറ്റി രണ്ടെണ്ണം ഒരുമിച്ച് ചെയ്യാൻ വേണ്ടി പറ്റും, അതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ട് ഇതിൽ ഏറ്റവും എക്കണോമിക്കൽ ആയ ഒരു ഡ്യൂറേഷൻ കണ്ടു, ഏറ്റവും ഷോർട്ട് ഡ്യൂറേഷൻ, അതാണ് വേണ്ടത്. ഇതിന്റെ മാക്സിമം ഡ്യൂറേഷൻ എത്രയായിരിക്കും? മാക്സിമം ഡ്യൂറേഷൻ ഓഫ് ദ വർക്ക് എത്രയായിരിക്കും? ഇത് എല്ലാം ഇൻഡിവിജ്വലി ഒന്നാമത്തെ കഴിഞ്ഞ് രണ്ടാമത്തെ കഴിഞ്ഞു, രണ്ടാമത്തെ കഴിഞ്ഞ് മൂന്നാമത്തെ കഴിഞ്ഞു, മൂന്നാമത്തെ 4, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ 5 കൂട്ടണം 20 കൂട്ടണം 15 കൂട്ടണം 10 കൂട്ടണം 5 5 5 22 6 28 എത്ര വരുക? 23 2 4 73 ആഴ്ച കേട്ടോ. ഇത് ഓരോ ദിവസം, അതായത് ഒന്ന് കഴിഞ്ഞിട്ട് ഒന്ന് കാര്യമായിട്ടാണ്. പക്ഷേ വളരെ സിസ്റ്റമാറ്റിക് ആയ രീതിയിൽ, അതായത് 2 എണ്ണം ഒരുമിച്ച് പാരലലി ക്യാരി ഔട്ട് ചെയ്യാം, 3 എണ്ണം പാരലി, ആ രീതിയിൽ അറേഞ്ച് ചെയ്തുകൊണ്ട് നല്ലൊരു ബാർ ചാർട്ട്, അതുപോലെ അതിന്റെ എക്കണോമിക്കൽ ഡ്യൂറേഷൻ നമ്മൾ കണ്ടു. ഇത് നിങ്ങളൊരു ഹോംവർക്ക്. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഇതുപോലെ ഇതൊരു ഹോംവർക്ക്. 2 റെസിഡൻഷ്യൽ ബിൽഡിങ്ങിന്റെ സിമ്പിൾ ആയിട്ടൊരു ബാർ ചാർട്ട്, 2 വർക്കാണ് നിങ്ങൾക്ക്. അപ്പോ ഇത്രയും കാര്യമാണ് ഇന്ന് ചർച്ച ചെയ്യാൻ. ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ ചോദിക്കൂ. ഇതിൽ എന്താ ഈസ് ദർ എനി ഡൗട്ട്, യു ക്യാൻ ഫ്രീ ടു ആസ്ക്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരാം. യെസ്, ഒരു സംശയമില്ല നിങ്ങൾക്കായിരിക്കും. ഇസ് ദർ എനി ഡൗട്ട് മീൻസ് ആസ്ക് മീ, ഐ ക്ലിയർ. ഒരു സംശയമില്ല നിങ്ങൾക്ക് അല്ലേ? താങ്ക് യു.